ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ഇന്നും ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻഫോർമേഷനൊക്കെ ഞാൻ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇന്നും അതുപോലൊരു വലിയ ഇൻഫോർമേഷനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്കിൻ കെയറിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേ ഓയിലി സ്കിന്നൊക്കെ അതിന്റെ ഒരു ഗ്ലേസിങ്ങും അതുപോലെ ആ ഒരു ഗ്ലാസി എഫക്റ്റ് ഒക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷേ ഓയിൽനെസ് നമ്മുടെ സ്കിന്നിൽ കൂടിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താണ് ഓയിലി സ്കിൻ ആൻഡ് ഓയിലി സ്കിൻ ഉള്ള മനുഷ്യർ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് തുടങ്ങി ഓയിലി സ്കിന്നെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫോ ആണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അറിവ് പങ്കുവയ്ക്കാനാണ് ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ട്. കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ രേഖ വിജയനാണ്. വെൽക്കം മാം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ക്വസ്റ്റിലേക്ക് പോയാലോ? ശരി. അപ്പോൾ ഒരു ക്ലീഷേ ക്വസ്റ്റൻ ആണ്, എന്താണ് ഓയിലി സ്കിൻ ആൻഡ് ഇത് എങ്ങനെയാണ് ഒരു ചർമ്മം എണ്ണമയമുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഓക്കെ, നമ്മള് ഓയിലി സ്കിൻ, നമ്മളെ സ്കിന്നിന്റെ ഒരു ക്ലാസിഫിക്കേഷനില് സ്കിന്നിന് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, നോർമൽ സ്കിൻ, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ നാളത്തെ ടോക്കിലും പറഞ്ഞിരുന്നു. അപ്പൊ ഓയിലി സ്കിൻ നമ്മൾ കാണുമ്പോഴേ അപ്പിയറൻസിൽ തന്നെ മനസ്സിലാവും ഓയിലി സ്കിൻ ഷൈനി, ഗ്രീസി ആയിരിക്കും. തൊട്ടാലും ഒരു ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രീസി ഫീൽ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു പോസ്, ഓപ്പൺ പോസ്, ഇതിലൂടെ എൻലാർജ്ഡ് പോസ് ആയിരിക്കും ചീക്സിലുള്ളത്. കാരണം അതാണ് ഓയിലി സിബം സെക്രീറ്റ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മെയിൻ ആയിട്ട് ഒരു ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ ആ ഓയിലി എടുത്തറിയുന്നത് ഒരു ടീ സോൺ ഏരിയയിലായിരിക്കും. മെയിൻ ആയിട്ട് ഒരു ഫോർഹെഡ് റീജിയൻ, നോസ്, ചിന്ന്, ഇതാണ് ടീ സോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ടീ സോൺ ആയിരിക്കും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ആ ഒരു ഓയിലി ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഒരു 1 hour കഴിഞ്ഞിട്ട് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്യുമ്പോൾ അല്ല ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഓയിലി ഫീൽ കിട്ടുന്നെങ്കിൽ അങ്ങനെയാണ് ഓയിലി സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് മേക്കപ്പ് ഇട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് അയാളുടെ സ്കിൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു പേഴ്സണലി കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഉറങ്ങി എണീറ്റു ഒരു റൂം ടെമ്പറേച്ചറിലുള്ള റൂമിൽ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ AC ഒന്നും ഇടാണ്ട് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഓയിൽ ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഓയിലി സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു പ്രശ്നം, അവര് മോർ പ്രോൺ ടു ഗെറ്റ് പിമ്പിൾസോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹൗസ് ഒക്കെ ഒരു ബ്രേക്ക് ഔട്ട്സ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള സ്കിന്നാണ് ഓയിലി സ്കിൻ. അല്ലെങ്കിൽ കൂടുതൽ ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് ഉള്ളവരും കൂടുതൽ ഈ ഓയിലി സ്കിന്നിലോട്ടുള്ളവരായിരിക്കും. ആക്ച്വലി നമ്മുടെ ഈ ഓയിലി സ്കിന്നെ കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മുടെ സ്ട്രെസ്, ഉറക്കം, എക്സസൈസ് എന്നിവയുടെ പങ്ക് എത്രത്തോളം ഉണ്ട്? നമ്മളിപ്പോ നോർമലി എന്തൊരു നല്ല കാര്യം പറഞ്ഞാലും ഈ എക്സസൈസ്, സ്ട്രെസ് അല്ലെങ്കിൽ ഡയറ്റ്, സ്ലീപ്പ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിപ്പോ എന്തൊരു കാര്യമാണെങ്കിലും നമ്മള് നോർമൽ ഒരു ലൈഫ് സ്റ്റൈലിനാണെങ്കിലും അതിപ്പോ ഒരു ആക്നെയുടെ കാര്യത്തിനാണെങ്കിലും മുടി പൊഴിച്ചിട്ടാണെങ്കിലും എന്ത് കാര്യത്തിലും പറയാം. ഓയിലി സ്കിൻ ഇറ്റ്സ് ആക്ച്വലി ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ഭയങ്കര ഓയിലി സ്കിൻ ആദ്യം അക്സെപ്റ്റബിൾ അല്ല. അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രെസ്, എക്സസൈസ് അതെല്ലാം കൺട്രോൾഡ് ആയിട്ട് പോകുമ്പോൾ നല്ലതാണ്. അപ്പൊ സ്ട്രെസ് കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ പ്രൊഡക്ഷൻ കുറയും. കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ആണ്. ഈ ഹോർമോൺ ആണ് വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. അപ്പൊ എത്രത്തോളം സ്ട്രെസ് റിലീവ്ഡ് ആയിട്ടിരിക്കുന്ന ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾഡ് ആവാൻ പറ്റും. രണ്ടാമത് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എക്സസൈസ് നോർമലി നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും. അപ്പൊ സെക്കൻഡറി ആയിട്ട് ഈ പറഞ്ഞ ഓയിൽ പ്രൊഡക്ഷൻ കുറയും. രണ്ടാമത് എക്സസൈസ് ചെയ്യുമ്പോൾ വീണ്ടും ബ്ലഡ് ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ലേ? എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി പ്ലംപി ആവും, നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഒരു ചൂട് ഫീൽ ചെയ്യുന്നത്. ഫേസിലോട്ടൊക്കെ തൊട്ട് നോക്കിയാൽ അപ്പൊ ബ്ലഡ് ഫ്ലോ കൂടുന്നതുകൊണ്ടാണ് ആ ചൂട് ഫീൽ ചെയ്യുന്നത്. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുകയാണ്. ആ പോസിൽ കൂടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പുറത്തോട്ട് കളഞ്ഞിട്ട് ബ്ലഡ് പ്യൂരിഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പോസ് ക്ലീൻഡ് അപ്പ് ആയി. പിന്നെ നമ്മൾ നല്ലൊരു സ്ലീപ്പ് എടുക്കുമ്പോൾ സ്കിന്നിന് റിലാക്സ്ഡ് ആവാൻ കിട്ടുന്ന സമയമാണ്. സ്കിന്ന് ഹീൽഡ് അപ്പ് ആവും. അതിനൊരു ദിവസം ഉണ്ടാവുന്ന മൈന്യൂട്ട് ഇഞ്ചുറീസിൽ നിന്നൊക്കെ അത് ഹീൽഡ് അപ്പ് ആവാനുള്ള സമയമാണ് സ്കിന്നിൽ ആ സ്ലീപ്പിന്റെ ടൈം. അപ്പം എക്സസൈസ്, സ്ലീപ്പ്, സ്ട്രെസ് റിഡക്ഷൻ ഇത് മൂന്നും കൂടെ വരുമ്പോൾ ഹെൽത്തി സ്കിന്നിലോട്ട് തന്നെ വരും. അതുപോലെ തന്നെ വർക്ക്ഔട്ട്സിന്റെ സമയത്ത് മേക്കപ്പ് അവോയ്ഡ് ചെയ്യുക. വർക്ക്ഔട്ട് കഴിഞ്ഞ് വന്നാൽ ഉടനെ വാഷ് ചെയ്ത് കളയുക ഫേസ്. ചർമ്മത്തിൽ അമിതമായിട്ട് ഈ സെബം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സീബം ഓയിൽ സെക്രീഷൻ കൂടുതലുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു ഫീമെയിൽ ഓർ മെയിൽ നോക്കിയാൽ മെൻ ആയിരിക്കും കൂടുതൽ ഓയിലി ആയിട്ടുള്ളവർ. അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ കൂടുതലായിട്ട് എഡോളസൻസ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലായിരിക്കും ഓയിൽ പ്രൊഡക്ഷൻ കൂടുതൽ. അഡൽട്സിൽ വന്നുകൂടായികയല്ല, അഡൽട്സിൽ വരുന്നെങ്കിൽ പോലും വേറെ എന്തെങ്കിലും ഒരു ഹോർമോണൽ കോസസ് കാണാം. പിന്നെ ഫീമെയിൽസിൽ തന്നെ PCOD ഒരു കോസ, ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓയിൽ സെക്രീഷൻ കൂടുതലായിരിക്കും. ജനറ്റിക് ഒരു ഫാക്ടർ തന്നെ ആയിരിക്കാം. പിന്നെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് അതിനൊരു ഫാക്ടർ തന്നെയാണ്. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ലൈക്ക് ഒരു സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. വിന്റർ ആകുമ്പോൾ സ്കിൻ നോർമലി തന്നെ ഡ്രൈ ആവും. പിന്നെ ഹ്യൂമിഡ് ക്ലൈമറ്റ്സിൽ താമസിക്കുന്ന ആളുകളിൽ ഓയിലി സ്കിന്നിനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ ചില മെഡിക്കേഷൻസിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വേണേൽ സ്കിൻ ഡ്രൈ ആവാം. പിന്നെ നമ്മുടെ ഡയറ്ററി ഫാക്ടേഴ്സിന്റെ ഭാഗത്ത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചേഞ്ച് അനുസരിച്ച് തന്നെ സ്കിൻ ഓയിലി ആയിട്ട് അപ്പിയർ ചെയ്യാം. ബേസിക് ഫാക്ടർ എപ്പോഴും ഈ ഒരു ഏജും പിന്നെ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് അതൊക്കെ തന്നെയാണ്.
ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഡയറ്റ് പറഞ്ഞല്ലോ, ഭക്ഷണ രീതി എത്രത്തോളം അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒന്ന് ഓയിലി സ്കിന്നിൽ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു സിബം സെക്രീഷൻ ആണല്ലോ ഓയിൽ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്ത് എക്സ്പ്രസ് ചെയ്ത് കാണുന്നത്. ഒന്ന് ഡെയിലി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം നല്ല ഹൈഡ്രേഷൻ കുറയുമ്പോൾ സ്കിന്നിൽ ഹൈഡ്രേഷൻ കുറയുമ്പോൾ എന്ത് പറ്റും, സ്കിൻ ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുന്ന സ്കിന്ന് കോമ്പൻസേറ്ററി ആയിട്ട് മോർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. എത്രത്തോളം ഡ്രൈനെസ് വരുന്നോ കോമ്പൻസേറ്ററി ആയിട്ട് സ്കിൻ ഓയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ബെസ്റ്റ് ഹൈഡ്രേഷൻ എസെൻഷ്യൽ ആയിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ ഒത്തിരി പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, ഓയിലി ആയിട്ടുള്ളത് പ്രോസസ്ഡ് ഐറ്റംസോ കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവലിനെ കൂട്ടാം. കോർട്ടിസോൾ വീണ്ടും ഓയിൽ പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടാം. അപ്പോൾ ഹെൽത്തി ഡയറ്റിലേക്ക് മാറുക. അതിനകത്ത് മെയിൻ ആയിട്ട് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ സ്പൈസി ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം നന്നായിട്ട് ആന്റി ഓക്സിഡൻസ് ചേർന്ന ഡയറ്റുകൾ എടുക്കാൻ നോക്കുക. വൈറ്റമിൻ സി ചേർന്ന സാധനങ്ങൾ, വൈറ്റമിൻ എ ചേർന്ന സാധനങ്ങൾ, കെരോട്ടീൻ കൂടുതലുള്ള എന്ന് വെച്ചാൽ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ക്യാരറ്റ്, വാട്ടർമെലോൺ, പംകിൻ പോലത്തെ സാധനങ്ങൾ കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് കളേർഡ് വെജിറ്റബിൾസ് ആണ്. പിന്നെ ഫിഷ് പോലത്തെ സാധനങ്ങൾ, അതും ചെറിയ ചെറിയ ഫിഷുകൾ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഏറ്റവും നല്ലൊരു സാധനം. ഇതൊക്കെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ചേർന്ന സാധനങ്ങൾ, പംകിൻ പോലത്തെ കളേർഡ് സാധനങ്ങൾ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക. കൂടുതൽ കാർബോ അല്ലെങ്കിൽ ഷുഗേഴ്സ് ഉള്ള സാധനങ്ങൾ, ഡയറി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. ഡയറിയിൽ നമുക്ക് എടുക്കാവുന്ന സാധനം ഒരു യോഗർട്ട് മാത്രമാണ് എക്സെപ്ഷണൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ജെനറ്റിക്സും ഹോർമോണും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷണ രീതിയും കാലാവസ്ഥയൊക്കെ നമ്മുടെ ആ ചർമ്മത്തിന്റെ സെബം ഉൽപാദനത്തിന് കാരണമാകും അല്ലെ? അതെ. അപ്പോൾ മെയിൻലി ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ട് ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഓയിൽ സെക്രീഷൻ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കുഞ്ഞു പോസ് ഉണ്ട്. ഈ പോസ് ഓപ്പൺ ആവും. അതാണ് നമ്മുടെ സെബേഷ്യസ് ഗ്രന്ഥികളുടെ ഓപ്പണിങ്സ് ആണ്. അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അത് ക്ലോഗ്ഡ് ആയി അത് അടഞ്ഞു പോകുമ്പോഴത്തേക്കും വീണ്ടും അകത്ത് ഒരു ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രേക്ക് ഔട്ട്സ്, പിമ്പിൾസ് ആയിട്ട് ബ്രേക്ക് ഔട്ട്സ് വരുന്നു. അപ്പൊ ആക്നെ പ്രോൺ ആയിട്ടായിരിക്കും ഓയിലി സ്കിൻ ഉള്ളവർക്ക്. രണ്ടാമത് ഈ ഓയിലി സ്കിന്നുകളുടെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് മേക്കപ്സ് പെട്ടെന്ന് വെയർ ഓഫ് ചെയ്തു പോകും. പെട്ടെന്ന് അവർ ഇരിക്കത്തില്ല, സെറ്റായിട്ട് ഇരിക്കത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഈ ഓയിലി സ്കിൻ ഫേസിൽ ഓയിലി ആണെങ്കിൽ നോർമലി അവരുടെ സ്കാൽപ്പ് ഓയിലി ആയിരിക്കും. ദേ ആർ മോർ പ്രോൺ ടു ഗെറ്റ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് എപ്പോഴും ഒരു ഫംഗൽ കോളനൈസേഷൻ ആണ്. അപ്പൊ അവര് മോർ ചാൻസ് ഓഫ് ഡാൻഡ്രഫ് ഉണ്ട്. നാലാമത് ഇവർക്ക് നോർമലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീസി അപ്പിയറൻസ്, ഒരു ഡേർട്ടി അപ്പിയറൻസ് ഫീൽ കൂടുതലായിട്ടും ഉണ്ട്. നമ്മൾ ഡർട്ടിലോട്ടോ പോകുമ്പോൾ ഈ ഡർട്ട് എല്ലാം കൂടെ ഫേസിലോട്ട് ഒട്ടിപ്പിടിക്കുക, ആ ഒരു ഡേർട്ടി ഗ്രീസി അപ്പിയറൻസും അത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആവും. അതാണ് മെയിൻ ആയിട്ട് ഓയിലി സ്കിന്നുകാർ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ്. അതിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഇപ്പം കോളേജ് പഠിക്കുമ്പോൾ എപ്പോഴും രാവിലെ കോളേജ് വരുമ്പോൾ ഈ ഒരു ഫുൾ ഗ്ലേസിനെസ് ആയിരിക്കും മുഖത്ത്. അത് കുറച്ചേരം കഴിയുമ്പോൾ ഓവറായിട്ട് ആ ഒരു നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ അവർ ബുദ്ധിമുട്ടുന്ന അവർ തന്നെ. പക്ഷെ അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എപ്പോഴും വൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബട്ട് ഇതിനകത്തെല്ലാം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവർക്ക് ഏജിങ് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. ഇവരുടെ സ്കിന്നി ഗ്രീസി ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ചുളിവുകളൊന്നും വരാനുള്ള ഒരു ചാൻസ് കുറവാണ്. അഡ്വാൻറ്റേജും ആണല്ലേ? അഡ്വാൻറ്റേജും ഉണ്ട്, പക്ഷെ അത് ലേറ്റ് സ്റ്റേജിൽ അഡ്വാൻറ്റേജ് വരുള്ളൂ. ഓയിലി സ്കിൻ ആയിട്ടുള്ള അടിസ്ഥാന സ്കിൻ കെയർ റൂട്ടീൻസ് എങ്ങനെയായിരിക്കണം? ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിംഗ് ഒക്കെ. സ്കിൻ കെയർ റൂട്ടീനിൽ എല്ലാവരും പറയുന്നത് സെയിം തന്നെയാണ്. നോർമലി പറഞ്ഞ പോലെ ക്ലെൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ഒരു ടോണർ. എന്ന് വെച്ചാൽ നോർമലി അത് നമ്മളൊരു ഓയിൽ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന സാധനമാണ് ടോണർ. ഓയിലി സ്കിൻ ഉള്ള ഒരാൾ ടോണറിനും കൂടെ ഇൻ ബിറ്റ്വീൻ ക്ലെൻസർ ആൻഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പൊ ക്ലെൻസേഴ്സ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസർ, സാലിസിലിക് ആസിഡ്, ഓയിലി കൺട്രോൾ ചെയ്യുന്ന ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാമതായിട്ട് മോയ്സ്ചറൈസർ, ഓയിലി സ്കിൻ ഉള്ളവർക്ക് ജെൽ ബേസ്ഡ് ക്രീമി മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും നല്ലത്. പിന്നെ സൺസ്ക്രീൻസ്, എപ്പോഴും ഒരു ഹൈ SPF ഉള്ള സൺസ്ക്രീൻ നല്ലതാണ്. എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, ഒത്തിരി തിക്ക് ആയിട്ടുള്ള സാധനങ്ങളല്ല, ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് ആവുന്നില്ല, ഒരുപാട് സണ്ണിലെ ഒരു പ്രശ്നം വരുന്നില്ല. ഡീഹൈഡ്രേറ്റഡ് ആവാത്തതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഓവറായിട്ട് ഒരു ഓയിൽ പ്രൊഡക്ഷൻ, സെക്കൻഡറി ടു ഡ്രൈനെസ് വരുന്ന ഓയിലിന്റെ സെക്കൻഡറി ആയിട്ടുള്ള എക്സ്ട്രാ ഓയിൽ പ്രൊഡക്ഷൻ വരുന്നില്ല. ഇതാണ് ബേസിക് ഒരു സ്കിൻ കെയർ റൂട്ടീൻ പറയുന്നത്. പിന്നെ കൂട്ടത്തിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നമുക്ക് ടോണർ യൂസ് ചെയ്യാം. അതൊരു എസെൻഷ്യൽ ആയിട്ട് പറയുന്ന കാര്യമൊന്നല്ല. പിന്നെ സപ്ലിമെന്റ്സ് ആയിട്ട് നമുക്ക് ആന്റി ഓക്സിഡൻസ് എടുത്തു തുടങ്ങാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴേ ഇപ്പം ഓരോ സ്കിൻ ടൈപ്പിനുള്ള പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഓയിലി സ്കിന്നിന് കോമ്പിനേഷന് ആൾക്കാർ ഈ ടൈപ്പ് നോക്കാതെ ഇപ്പം ഈ ഒരു ഓയിലി സ്കിൻ ഒക്കെ ഉള്ളവർ ഈ സൺസ്ക്രീൻ ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ മേ ബി അവർക്ക് ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ മേ ബി അത് കൂടുതലായേക്കാം അല്ലേ? നമ്മളെപ്പോഴും സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് സൺസ്ക്രീൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ലൊരു ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ നമ്മൾ അവരോട് ഒരു ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഹൈഡ്രേറ്റ് ആൻഡ് മോയ്സ്ചറൈസർ കം സൺസ്ക്രീൻ ചേർന്ന സാധനങ്ങൾ വരുന്നുണ്ട്. ഹൈഡ്രേഷൻ കൂടെ നിലനിൽക്കും. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും ഇപ്പൊ ഒരു ക്രീമി ബേസ് സൺസ്ക്രീന് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ജെൽ ബേസ്ഡ് ഓയിലി സ്കിൻ ഉള്ളവർക്കുമാണ് കൊടുക്കാറ് കൂടുതലും. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഡിഫർ ചെയ്യും. ഓയിലി സ്കിന്നിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ, എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും നല്ലത്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയുള്ള മോയ്സ്ചറൈസർ ആണ് പ്രധാനമായിട്ടും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അപ്പം പൊതുവേ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വരുന്ന പേഷ്യൻസ് പറയുന്ന എന്റെ ഡോക്ടറെ എന്റെ സ്കിൻ ഓയിലി ആണ്, ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ റൊട്ടീൻ ഒരു നോർമൽ ഒരു സാധനം, അത് ഓയിലി ആയാലും ഡ്രൈ ആയാലും യൂസ് ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ ഒരു
ദിവസം മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യുമ്പോൾ ആ സ്കിൻ ഡ്രൈ ആവും, ഹൈഡ്രേഷൻ കുറയുന്നു. ഹൈഡ്രേഷൻ കുറയുമ്പോൾ എന്താണ്, കോമ്പൻസേറ്റീവ് ആയിട്ട് ബോഡി വീണ്ടും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും പോസ് ക്ലോഗ് ചെയ്യുന്നു, വീണ്ടും ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് അവിടെ കൂടുവാണ്. അപ്പം മോയ്സ്ചറൈസർ ഒരു ഓയിലി സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ആ ഒരു ഹൈഡ്രേഷൻ കൂടുതലായിട്ട് നിൽക്കും, ആ ക്ലോഗിങ് ഇല്ലാണ്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക. പിന്നെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും, എപ്പോഴും സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന്റെ ബാരിയറിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനാണല്ലോ മോയ്സ്ചറൈസർ ചെയ്യുന്നത്. സ്കിന്നിന്റെ ബാരിയറിനെ ഇന്റാക്ട് ആക്കി വെക്കുക. അതിപ്പോൾ ഓയിലി ആയാലും ഡ്രൈ ആയാലും സെയിം ഫംഗ്ഷൻ ആണ് അത് പെർഫോം ചെയ്യുന്നത്. ബേസിക്കലി എപ്പോഴും ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ നോർമലായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് മോയ്സ്ചറൈസർ. വെദർ ഇറ്റ് ഈസ് ഡ്രൈ സ്കിൻ ഓർ ഓയിലി സ്കിൻ, എപ്പോഴും മോയ്സ്ചറൈസർ വേണം. പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും ഓയിലി സ്കിന്നിൽ നല്ലത്. അതിൽ ഭയങ്കര തിക്ക് ആയിട്ടുള്ള സെറാമായിട്ടൊന്നും ചേർന്നല്ല, ഹൈലൂറോണിക് ആസിഡോ അല്ലെ നിയാസിനമൈഡ് പോലത്തെ സാധനങ്ങൾ മാത്രം ചേർന്ന മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും ഓയിലി സ്കിന്നിൽ നല്ലത്. അപ്പോൾ നമ്മൾ ഹൈലൂറോണിക് ആസിഡോ അല്ലെങ്കിൽ നിയാസിനമൈഡ് കണ്ടന്റ് ഒക്കെ ഉള്ളത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം ഓയിലി സ്കിന്നുള്ള ആളുകളാവുമ്പോൾ. അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് വേറെ കണ്ടന്റ്സ് ഇപ്പൊ ഗ്ലിസറിൻ പോലത്തെ അതൊക്കെ തിക്ക് ആയിട്ടുള്ള സാധനങ്ങൾ, അതൊക്കെ എന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നിന് ഒരു ഡീപ്പ് ഹൈഡ്രേഷൻ കൊടുക്കാനേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ചർമ്മത്തിലെ ഈ അമിത സെബം പ്രൊഡക്ഷൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും സാലിസിലിക് ആസിഡ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ അതിലേക്ക് യൂസേജ് എങ്ങനെയായിരിക്കണം? നമുക്ക് ഓയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ബേസിക്കലി നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ടോപ്പിക്കലി എന്തൊക്കെ ക്രീമോ അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ പുരട്ടുന്ന സാധനങ്ങളിൽ ഇപ്പൊ ക്രീമുകളിൽ ഈ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ്, അതിന്റെ വാഷുകൾ കിട്ടും, ജെല്ല് കിട്ടും, അതിന്റെ ക്രീം കിട്ടും, സിറംസ് കിട്ടും. അത് അപ്പോൾ സാലിസിലിക് ആസിഡ് ഒരു ഏജന്റ് ആണ് കേട്ടോ, ഓയിൽ കൺട്രോൾ ആണ്. രണ്ടാമത് റെറ്റിനോൾ ബേസ്ഡ്. റെറ്റിനോൾ എപ്പോഴും ഭയങ്കരമായിട്ട് അതിന്റെ ടോപ്പിക്കൽ ആണെങ്കിലും അതിന്റെ ഓറൽ ഫോർമുലേഷൻ വരുമ്പോഴും അതും ഇതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഇപ്പൊ ടോപ്പിക്കൽ റെറ്റിനോൾസ് യൂസ്ഫുൾ, അതിന്റെ സെറംസ് ആയിരിക്കാം അല്ലെങ്കിൽ ക്രീം ആയിട്ട് യൂസ് ചെയ്യാം. മൂന്നാമതായിട്ട് നിയാസിനമൈഡിന് ഈ പോസ് ഒക്കെ കുറയ്ക്കാനുള്ള ഒരു റോൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഓപ്പൺ പോസ് ആണല്ലോ സീബം സെക്രേറ്റ് ചെയ്ത് വരുന്ന വഴി നിയാസിനമൈഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ മോളിക്യൂൾസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓറലി പറയുവാണ് വൈറ്റമിൻ സി, ഇതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ടോപ്പിക്കലി മാറി ഓറലി പോകുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ തന്നെ റെറ്റിനോൾസിന്റെ ഓറൽ ഫോർമുലേഷൻ വൈറ്റമിൻ എ ഡെറിവേറ്റീവ്സ് ആണ്. ഇവന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഓയിൽ പ്രൊഡക്ഷൻ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ മാത്രമല്ല, യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാലും കുറച്ചൊരു ബെറ്റർ റിസൾട്ട്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് നമുക്ക് പ്രൊസീജിയേഴ്സിലോട്ട് പോകാം. ഇപ്പം നമുക്ക് ലേസേഴ്സ്, ഇപ്പം കാർബൺ പീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേസേഴ്സ്, കാർബൺ യൂസ് ചെയ്തിട്ടുള്ള അവിടെയും സ്കിന്ന് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചാർക്കോൾ ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് ലേസർ വെച്ചിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ ചാർക്കോൾ അബ്സോർബ്ഡ് ആവുകയാണ് ഓയിലിലേക്ക്. ലേസർ അത് ഡിസ്ട്രോയ് ചെയ്യുന്നു, ഓയിൽ പ്രൊഡക്ഷൻ ഗ്രാജുവലി കുറയുന്നു. അപ്പൊ അത് ലേസർ അല്ലെങ്കിൽ ഫോട്ടോഡൈനാമിക് തെറാപ്പി യൂസ്ഫുൾ ആണ്, കെമിക്കൽ പീൽസ് യൂസ്ഫുൾ ആണ്. അങ്ങനെ ഓരോ പ്രൊസീജിയർ വൈസും നമുക്ക് ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്, റെറ്റിനോൾ ബേസിക് ഇപ്പൊ നമുക്കൊരു പ്രൊസീജിയറിലോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷസോ അല്ലെങ്കിൽ ഈ ക്രീമുകളോ ഓറൽ മെഡിക്കേഷൻ എപ്പോഴും ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിലോടുകൂടി തന്നെ ചെയ്യുന്നത് നല്ലത്. റെറ്റിനോൾ ഒന്നും ഒരു സെൽഫ് പ്രിസ്ക്രൈബ് സാധനമല്ല, അതിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പം ടോപ്പിക്കലി മാത്രം മതിയെങ്കിൽ സാലിസിലിക് ആസിഡോ റെറ്റിനോൾ ബേസ്ഡ് ക്രീമുകളോ ഫേസ് വാഷുകളോ മാത്രമായിരിക്കും നല്ലത്. എപ്പോഴും ഒരു ഡോക്ടർ അഡ്വൈസ് ആയിരിക്കും നല്ലത് ഇതിനകത്ത്. കാരണം സ്കിൻ ടൈപ്പും ഏജും റെറ്റിനോൾ ക്രീമുകൾ എപ്പോഴും ഒരു ചെറുപ്പക്കാർ പിള്ളേരിലല്ല, എപ്പോഴും ഒരു ആന്റി ഏജിങ് റേഞ്ചിലോട്ടായിരിക്കും നല്ലത്. സാലിസിലിക് ആസിഡ് ആണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ നോക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഫോർമുലേഷനിലാണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ എപ്പോഴും ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ വളരെ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജിൽ, ഇതുപോലെ ഓയിലി സ്കിന്നുള്ള ഒരു കൂട്ടുകാരി. പുള്ളിക്കാരി ചെയ്യുന്നൊരു കാര്യം എപ്പോഴും ഇന്റർവെൽസിന് പോയിട്ട് മുഖം ഇങ്ങനെ കഴുകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യരുത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഓയിലി സ്കിന്നുള്ള ഒരു സാധാരണ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ പറഞ്ഞില്ലേ, അതൊരു വല്ലാത്തൊരു ഇൻഹിബിഷൻ, ഒരു കോംപ്ലക്സ് ആയിരിക്കും. എപ്പോഴും ഓയിലി വന്നിരിക്കുന്നു, ഗ്രീസി അപ്പിയറൻസ്, ഡർട്ടി ഫീൽ വരുന്നു. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും എപ്പോഴും വാഷ് ചെയ്യുമ്പം അത് കുറയും, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കുറയും എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഈ റിപ്പീറ്റഡ്ലി ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുക. ഓരോ തവണ റിപ്പീറ്റഡ്ലി സാലിസിലിക് ആസിഡ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് വാഷ് ആവട്ടെ, അത് എപ്പോഴും ഓയിലിനെ കുറയ്ക്കുകയാണ്, വീണ്ടും ഹൈഡ്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഹൈഡ്രേഷൻ കുറയുന്നോ കോമ്പൻസേറ്ററി ആയിട്ട് ഡബിൾ ടൈം വീണ്ടും സ്കിന്ന് ഇരട്ടിയായിട്ട് ബോഡി വീണ്ടും ഓയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ വീണ്ടും എണ്ണമയം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു വലിയ അഡ്വാൻറ്റേജ് ഇല്ല. അപ്പൊ ഓരോ തവണ റിപ്പീറ്റഡ്ലി ഫേസ് വാഷ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ബോഡിയിൽ നോർമലി ഉള്ളൊരു ആവശ്യമുള്ളൊരു സ്കിന്നിലെ ഓയിലിനെസ് കൂടെ പോവുകയാണ്. അപ്പൊ ഈ ഓയിലി സ്കിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട എന്തെങ്കിലും പ്രത്യേകം ഭക്ഷണമോ മേക്കപ്പ് പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഫുഡിലുള്ള കാര്യങ്ങളാണെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറി പ്രൊഡക്ട്സ് അല്ലെ ഒത്തിരി പ്രോസസ്ഡ് ഫുഡ്, ഓയിലി ഫുഡ്, പിന്നെ ഇതുപോലെ തന്നെ ഹൈ കാർബോ അല്ലെ ഷുഗറോ ഒക്കെ ഉള്ള ഒരു ഡയറ്റ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കംപ്ലീറ്റ്ലി അല്ല, അതിലൊരു ലിമിറ്റ് വെക്കുന്നത്. പിന്നെ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് പോവുക, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോർമലി ബാലൻസ്ഡ് ഡയറ്റ്. എന്തുകൊണ്ടും ഹെൽത്തി എന്ന് കരുതുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പൊ സ്കിന്നിന്റെ കാര്യത്തിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വെള്ളമുള്ള സാധനങ്ങൾ, വെള്ളമുള്ള
പച്ചക്കറികൾ, വെള്ളമുള്ള ഫ്രൂട്ട്സ്. അതിലിപ്പം തണ്ണിമത്തനായാലും അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടിയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് വൈറ്റമിൻ സി ചേർന്ന് അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് ചേർന്ന ഫ്രൂട്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ലെമൺ, ഓറഞ്ച്, ആ വക സാധനങ്ങൾ. വെജിറ്റബിൾസിലാണെങ്കിൽ പോലും വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ബീൻസ് അല്ലെങ്കിൽ കുക്കുംബർ പോലത്തെ സാധനങ്ങൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ സപ്ലിമെന്റ്സ് ആയിട്ടാണെങ്കിൽ പോലും ആന്റി ഓക്സിഡൻസ് എടുക്കാൻ നോക്കുക. ഇതൊക്കെയാണ് ഡയറ്റിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, ഇപ്പൊ ഓയിലി സ്കിന്നുള്ള ആളുകൾ ഒരുപാട് അഗ്രസീവ് പ്രൊഡക്ട്സ്, ഇപ്പൊ കോമ്പാക്ട്, ഫൗണ്ടേഷൻ ഇതെല്ലാം കൂടി ഇടാതിരിക്കാൻ നോക്കുക. ഒന്നാമത് പോസ് ഉണ്ട്, വലുതാണ്, അതിനകത്തോട്ട് വീണ്ടും അത് ക്ലോഗ്ഡ് ആവാൻ നോക്കും. അപ്പം ഇൻ കേസ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോസ്മെറ്റിക് റേഞ്ചിലുള്ള സാധനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നോൺ കോമറ്റോജനിക് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് സാധനങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഒന്നാമതേ സ്കിൻ ഓയിലി ആയിട്ടുള്ള ഓയിലി ബേസ്ഡ് സാധനങ്ങൾ യൂസ് ചെയ്യാണ്ട് വാട്ടർ ബേസ്ഡ് ഈസിലി വാഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. അതാണ് മെയിൻ ആയിട്ട് കോസ്മെറ്റിക്സിലും കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓവർ ഹൈഡ്രേഷൻ വരുമ്പോൾ ഓയിലി ആവുമല്ല, സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നല്ലത്. അത് ഓയിലുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഓയിലിനെ റിമൂവ് ചെയ്ത് കളയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ആ ഓയിലിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഓയിലി സ്കിൻ ഏജിങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ? ഇത് ചിലർക്ക് ചുളിവുകൾ വരുന്നത് വൈകാൻ ഇത് കാരണമാവും അല്ലേ? ഒന്ന് ഓയിലി സ്കിന്നില് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഏജിങ്ങിന്റെ ഫീച്ചേഴ്സ് പതുക്കെ വരത്തുള്ളൂ, ലേറ്റ് ആയിട്ട്. കാരണം ഓയിലി ആയിട്ടിരിക്കുകയാണ്, അവിടെ ഫൈൻ ലൈൻസോ റിങ്കിൾസോ വരാനുള്ള ഒരു ചാൻസ് കുറവായിരിക്കും. അപ്പം ഓയിലി സ്കിന്നിനുള്ള കാര്യം എന്ന് വെച്ചാൽ സിബം എന്ന് പറയുന്ന ഒരു സാധനം നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് ഫാക്ടർ തന്നെയാണ്. സിബം നമുക്ക് നോർമലി ഒരു മോയ്സ്ചറൈസിംഗ് കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡീഹൈഡ്രേഷന്റെ ഫീച്ചേഴ്സ് നോർമലി ആ ഒരു നോർമൽ ഓയിലി സ്കിന്നിൽ വരില്ല. അതുകൊണ്ട് തന്നെ ആ സ്കിന്നിന്റെ ഡീഹൈഡ്രേഷന്റെ സൈൻസ് ഒക്കെ ഗ്രാജുവലി വരുള്ളൂ, ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഗ്രാജുവലി വരത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഓയിൽ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടിരിക്കും. അപ്പം പുറത്തുനിന്നുള്ള അഗ്രസീവ് ഫാക്ടേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിലിനോട്ടുള്ള എക്സ്പോഷർ ഒക്കെ വരുമ്പോഴും ഫോട്ടോ ഏജിങ്, വെയിലിനോട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏജിങ്ങിന്റെ ഫാക്ടേഴ്സ് വരാനുള്ള ഒരു ചാൻസും കുറവാണ് ഓയിലി സ്കിന്നിൽ. ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടിരിക്കുകയാണ്. മൂന്നാമത് തന്നെ ഈ ഓയിലി സ്കിന്നുകാർക്ക് ഒരു തിക്കായിട്ടുള്ള ലെയർ ആണ് തൊലിക്കകത്തുള്ളത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ആ ഒരു ഇലാസ്റ്റിൻ, കട്ടി ലെയർ, കൊളാജൻ എന്ന് പറഞ്ഞ സാധനം ഇത്തിരി കൂടുതൽ അത് ഉള്ളത് കൊണ്ട് തന്നെ ഓയിലി സ്കിൻകാർക്ക് ഏജിങ് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. നാലാമതായിട്ട് ഈ സിബം എന്ന് പറയുന്ന സാധനം ഒരു ഫാറ്റി ആസിഡ് ആണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ UV റേഡിയേഷനിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ തരുവാണ് നമുക്ക് സ്കിന്നിൽ തന്നെ. അപ്പൊ ഓവറോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് സൺലൈറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഫോട്ടോ ഏജിങ്ങിനെ അത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഏർലി ഏജിങ് വരുന്ന ഏർലി ഏജ് സൈൻസ് ഓഫ് ഏജിങ്ങിനെ അത് പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഏജ്ഡ് ആവില്ല. അതുകൊണ്ടാണ് ഓയിലി സ്കിന്നുകാർ ഇച്ചിലൂടെ യങ് ആയിട്ടിരിക്കും. അവരൊരു ഏജിങ്ങിലോട്ട് പോകുമ്പോൾ അവർക്ക് അത് ബെറ്റർ ആയിരിക്കും. അപ്പൊ എന്തായാലും ഓയിലി സ്കിൻ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ ഡിസഡ്വാൻറ്റേജിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ ഓയിലിനെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഓയിലി സ്കിന്നിനെ നല്ലതായിട്ട് കൊണ്ടുപോകാം, മാനേജ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓൾഡ് ഏജിൽ അപ്പിയറൻസ് ഓഫ് ഏജിങ്ങിനെ നമുക്ക് റിട്ടാർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതെ. അപ്പൊ എന്തായാലും ഓയിലി സ്കിന്നിന് നമ്മൾ പറഞ്ഞ അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ അതിന്റെ ഒരുപാട് സ്കിന്നിൽ ഈ സെബം പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഏൽക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ എന്താണ് ഓയിലി സ്കിൻ ആൻഡ് ഓയിലി സ്കിന്നുള്ള മനുഷ്യർ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് തുടങ്ങി ഓയിലി സ്കിന്നിനെ പറ്റി വളരെ വിശദമായിട്ട് കുറെ അധികം ഇൻഫർമേഷൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ ഒരു അറിവുകൾ നമ്മളോട് പങ്കുവച്ചത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ രേഖ വിജയൻ മാം ആണ്. അപ്പൊ എന്തായാലും മാം ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക് യു ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിനും ആൻഡ് ഇത്രയധികം വിവരങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് നമ്മളോട് ഷെയർ ചെയ്തതിനും. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടി കോൺഷ്യസ് ആണോ നിങ്ങൾ? സ്കിൻ കെയർ, മേക്കപ്പ്, നാച്ചുറൽ ഹാക്കുകൾ എല്ലാം വളരെ എളുപ്പത്തിൽ അറിയണോ? എങ്കിൽ കേൾക്കാം ബ്യൂട്ടി സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ ഓൺ എവറി Thursday at 2 PM on Astray FM 90. Stay tuned.